ഹലോ 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 കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാം. തിരക്കിലാണോ? അല്ല, ഞാൻ ഫോൺ എടുക്കാത്തോണ്ട് ഞാൻ തിരക്കിലായിരിക്കുന്നേ. സോറി. കുഴപ്പമില്ല. ആ, ഞാൻ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു 1-2 പ്രാവശ്യം. ഉം. ഓർമ്മയുണ്ടോ എന്നറിയില്ല. പേര് പറയണ്ട. ശരി. എവിടെ സംസാരിച്ചതിൽ ഓർമ്മ വരും. ആ, പിന്നെ സിമിലർ ഞാനിപ്പോ ആയിട്ടുള്ള ശബ്ദങ്ങൾ വിളിച്ചത് കുറെ ഉണ്ടാവുമല്ലോ. ഞാനിപ്പോ വിളിച്ചത് നിങ്ങൾ മുമ്പൊരിക്കോ ഒരാഴ്ച മുന്നേ അങ്ങോട്ടും ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചിരുന്നില്ലേ? അതായത് ഒരു വ്യക്തിക്ക് ഒരു ഹിന്ദു സഹോദരനിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ട്. ഉം, അതായത് എന്തോ വയറിങ്ങിന്റെ പ്ലംബിങ്ങിന്റെ ഉം, വർക്ക് ചെയ്യുന്നൊരു. ഉം. അപ്പൊ പറഞ്ഞത് എന്തായിരുന്നു? സത്യസന്ധമായ കാര്യം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത്? അങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അല്ല, സത്യസന്ധാണെന്നുള്ളതിന് തെളിവല്ലേ വരണ്ടേ? തെളിവ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. അതെയോ? അല്ല, ഉം. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ പുള്ളിനെ വിളിച്ചൊരു വീഡിയോ എല്ലാം കണ്ടിരുന്നു. ആ അപ്പൊ അതിലങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല പുള്ളിക്ക്. ഇല്ല, പുള്ളിയോട് എന്താ അനുഭവം എനിക്ക് മനസ്സിലായില്ല. പുള്ളി പറഞ്ഞില്ല അനുഭവം. അല്ല, ഇങ്ങനെ പുള്ളിനോട് ഒരു ചോദ്യം വന്നു പുള്ളിനോട് എന്നുള്ള രീതിയിൽ. ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഖുറാനിലുണ്ടോന്ന്. ആ, മതം ആ. വിട്ടവനെ കൊല്ലണം എന്ന് നിങ്ങളെ മതത്തിൽ പഠിപ്പിക്കണ്ടോ, ഇസ്ലാമിൽ ആ. അങ്ങനെ നിയമം ഉണ്ടോ എന്ന് ചോദിച്ചു എന്നാണ്. അതിലിപ്പോ എന്താണേലും ഒരു വെറുപ്പിന്റെ പ്രശ്നം എന്താ ഉള്ളത്? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ മതം നേരത്തെ വിട്ടവനെ ഞാന് കൊല്ലണം എന്ന് മതത്തിൽ നിയമം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഉണ്ടെങ്കിൽ ഉണ്ട് ഉണ്ട്, പറയണം, ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെന്ന് പറയണം, പറഞ്ഞു. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. കഴിഞ്ഞില്ലേ? അതെ, അതെ. അതിലിപ്പോ എന്താ വെറുപ്പിലുള്ളത്? ഞാനിപ്പോ നിങ്ങളതേ ആശയക്കാരനാണ്. ഞാൻ നിങ്ങളെ മുമ്പ് ഉം, വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. അപ്പൊ ഓർമ്മ വരുന്നുണ്ട്. ഇതേപോലുള്ള ഒരു ചോദ്യം എന്റെ അടുത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഉം. ഒരു പുൽഗാമ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏതാണ്? ഇപ്പൊ ഉണ്ടായ ആക്രമണം ആ പുൽഗാമിലുണ്ടായിരുന്നു. ഉം, അപ്പൊ അതിനുശേഷം ഉം, ഇതുപോലെ തന്നെ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ്, ഉം, ഹിന്ദുക്കളായിട്ടുള്ള ഫ്രണ്ട്സ്, ഇതിന്റെ 1-2 ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം, നിങ്ങളതല്ല, ഉം, മറ്റൊരു വ്യക്തിയായിരുന്നു. ഉം, പേര് പറയുന്നത് ആരിഫ് ഹുസൈന്റെ വീഡിയോ എങ്ങാനും തോന്നുന്നു. ഉം, അപ്പൊ അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഖുർആനായത്തും. ഉം, പിന്നെ അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആഹ്, ഉം, ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നുള്ളൊരു ഖുർആനായത്തില്ല നമ്മളെ തൗബയിലില്ല. ഉം, അപ്പൊ അത് വെച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണോന്നുള്ളത്. ഉം. അപ്പോൾ സാധാരണ ഈ വിമർശനം നിങ്ങൾ നടത്തുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും അവരുടെ ഭാഗത്തു നിന്നുള്ള. ഉം, അപ്പൊ ഈ പുള്ളി എന്നോട് ചോദിച്ചത് ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ് എന്നുള്ള നിലയിൽ ഉം. ഉണ്ടോടാന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, എന്താ സംഭവം എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാ ചോദിക്കുന്നത്. അതെ. അപ്പൊ ഞാനോട് കൃത്യമായിട്ട് പറഞ്ഞ് ഇങ്ങനെ ഉം, ഉണ്ട്, ഉം, ഇങ്ങനെ ഒരു വിദ്വേഷപരമായിട്ട് തന്നെയാണ് ഉം, ഈ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഉം. അപ്പൊ അവൻ ചോദിച്ചൊരു കാര്യം ഉണ്ടായിന്, അതായത് ഈ ഒരു പുണ്യഗ്രന്ഥമായിട്ട് നിങ്ങൾ ഇത് കാണുന്നത്, അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രന്ഥത്തില് ഇത്ര ഒരു കാര്യം വരുന്ന ശരിയായ ഇതാണോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങോട്ട് അതെ, ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ചോദിക്കും. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ ഉണ്ടാവാൻ കാര്യം പാടില്ല. ശരിയാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഉം, ഈ മതവും കാര്യങ്ങളെല്ലാം തെറ്റാന്ന്. ഉം, ഇങ്ങനെ പറയുമ്പോൾ മോൻ എന്നെ ബോധ്യപ്പെട്ടു, അതായത് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അവന് ഉം, ചെറുതായിട്ട് മനസ്സിലായി. ഉം, എന്നിട്ട് ഞാൻ ആ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു, ഇന്ന പോലെയാണ് കാര്യങ്ങൾ, ഉം, പിന്നെ മതത്തിൽ ഒരുപാട് തെറ്റായ കാര്യങ്ങളുണ്ട്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഉം, നമ്മളെ പോലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും മദ്രസയിൽ ഈ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല, ഇതിന്റെ നല്ല വശം മാത്രമേ പഠിക്കുന്നത്. ഉം, അപ്പൊ അങ്ങനെയല്ല വന്നത്. അപ്പൊ അവന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ചിന്ത എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഹിന്ദുക്കൾ അറിയുമ്പോൾ ഉം, ഇവർക്ക് ഈ ഒരു തോന്നലുണ്ടാവും, എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ആണോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഉം, അപ്പൊ ആ ഒരു തോന്നലുണ്ടായിരിക്കുമല്ലോ ഇവൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായില്ലേ. ഉം, അപ്പൊ നിങ്ങളിപ്പോ ഈ ചെയ്യുന്ന വിമർശനങ്ങളും കാര്യങ്ങളെല്ലാം നടത്തുന്ന സമയത്ത് ഉം. ഇതൊരു മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയിലേക്ക് എത്തുന്ന സമയത്ത് അത് ഒരു മുസ്ലിങ്ങളെ പറ്റിയിട്ട് ഒരു മോശമായ ചിന്ത ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഇല്ല, ഇസ്ലാമിനെ കുറിച്ചല്ലേ ചിന്ത. അപ്പൊ നിങ്ങളോട് ചോദിച്ച നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളെ കുറിച്ചൊരു മോശം അഭിപ്രായമുണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. കാരണം ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ഞാൻ ആ വിശ്വാസി അല്ല എന്നുള്ളവന് ബോധ്യപ്പെട്ടു. വിശ്വാസിയോട് ചോദിച്ചാലും അത്ര തന്നെ വരുള്ളൂ. ആ, ഗ്രന്ഥത്തിൽ അങ്ങനെ എന്തൊക്കെ ഉണ്ട്? ഗ്രന്ഥത്തിൽ ഇല്ല എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ. അതിപ്പോ എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ ബൈബിളില് പഴയ നിയമം എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും മാരകമായ സാധനങ്ങളുണ്ട്. ഇവരുടെ അതിപ്പോ എന്താ വെച്ചാൽ കർമ്മശാസ്ത്ര ഗ്രന്ഥമായിട്ടുള്ള, ഇപ്പൊ ഹിന്ദു മതത്തിന്റെ ഒരു ഗ്രന്ഥമായിട്ട് പറയപ്പെടുന്ന, കർമ്മശാസ്ത്ര ഗ്രന്ഥമായിട്ട് പറയപ്പെടുന്ന മനുസ്മൃതിയിലുണ്ട്. ഇനി അത് ഒരു കാലത്തേക്കുള്ളതായിരുന്നു എന്നൊക്കെ ഇപ്പൊ ചിലപ്പോൾ അവർ പറയും. പക്ഷെ ഭഗവത്ഗീതയുടെ ആശയം തുടങ്ങുന്നത് തന്നെ എന്താ? അക്രമം തന്നെയാണല്ലോ. എനിക്കറിയില്ല. ആ അതെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തിലും ഉണ്ടാവും, ഗ്രന്ഥങ്ങളിൽ എല്ലാത്തിലും ഉണ്ടാവും. ഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം അക്ഷരം പാതി, അല്ലെങ്കിൽ ഈ ഖുർആൻ വചനത്തിന്, സൂറത്ത് തൗബയിലെ ഖുർആൻ വചനത്തിന് എല്ലാ മുസ്ലിങ്ങളും കാണുമ്പോ ഈ പിന്നെ ബഹുദൈവ ആരാധകരെ കൊല്ലണം എന്നൊരു ആശയം ഉള്ളതായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഒരു വിമർശകനാണ്. അതിനകത്ത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യമുണ്ട്. ആശയം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വചനമാണ്, അതൊക്കെ ശരിയാണ്.
പക്ഷെ ആ ഉം. ആശയം ആ ഖുർആൻ വചനം വെച്ചിട്ട് എല്ലാ മുസ്ലിങ്ങളും കാണുമ്പോൾ മുഷ്രിക്കുകളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്നൊരു ആശയം പഠിപ്പിക്കാൻ ഇറങ്ങിയ ഖുർആൻ വചനമായിട്ടല്ല ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളതും. എന്റെ വിമർശനവും ആ രീതിയിലല്ല. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് മനസ്സിലായി. പക്ഷെ ഈ വീഡിയോസിൽ വരുന്നത് പിന്നെ ഈ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അല്ല, പേര് ഉം. പറയണ്ട. അത് ഞാൻ പറഞ്ഞത് അതൊക്കെ ഉം. പരിഗണിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ അപ്പൊ ഇവരെ വിശദീകരണം ഈ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് അത് എന്തായിരുന്നു, എന്തിനായിരുന്നു, എന്താണ് എന്റെ നിങ്ങളിത് കോണ്ടെക്സ്റ്റ് വീഡിയോ എന്നൊക്കെ മൊത്തം clear കണ്ടാൽ ആയിട്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവർ കണ്ടത് എനിക്ക് തോന്നുന്നു റീലിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഉം, അപ്പൊ ഇതിന്റെ ചെറിയ ഭാഗങ്ങൾ വെച്ചിട്ട് ഇവരെന്നോട് ചോദിച്ചു. ഇവനോട് ചോദിക്കേണ്ട ഒരു കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഉം, അത്യാവശ്യം നല്ല വിശ്വാസം തന്നെയായിരുന്നു. ഉം, നല്ല വിശ്വാസം എന്നാൽ കുറച്ച് കൂടിയ ഉം, രീതിയിൽ തന്നെയായിരുന്നു. കാരണം ഉം, എന്താ വെച്ചാല് ഉം, കൃത്യമായിട്ട് പള്ളിയിൽ പോവുക, ആക്കുക, ഉം, പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ പോകുമ്പോൾ ഉം, ആ ഒരു ഡസ്റ്റ്ബിന്റെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള സംഭവം ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നു. ഉം, അപ്പൊ ഇതും കൊണ്ടെല്ലാം ഞാൻ ക്ലാസ്സിലൊക്കെ പോകാറുണ്ടായിരുന്നു. അതായത് പഠിപ്പിക്കാത്ത സമയത്തെല്ലാം ഉം, ദിക്ർ എല്ലാം വേണ്ടിയിട്ട്. ഉം, അപ്പൊ ആ ക്ലാസ്സിൽ ഞാൻ മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാവരും നോട്ടീസ് ചെയ്യലുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ഉം, കാരണം ഞാൻ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്, പുണ്യപ്രവൃത്തിയാണെന്നുള്ള വിശ്വാസത്തിൽ മാത്രമേ ഞാൻ കൃത്യമായിട്ട് ഫോളോ ഉം, ചെയ്യുന്നത്. ഉം, പക്ഷെ ആ സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയുകയും ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലെ തന്നെ പരമാവധി കാണാൻ. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഉം, ഇവൻ ഹിന്ദു ആന്ന്, ഓൻ നരകത്തിൽ പോകേണ്ടവനാന്ന്, എനിക്ക് മാക്സിമം കൂട്ടുകാർ വേണ്ടത് മുസ്ലിങ്ങളാന്ന് എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഉം, പക്ഷെ അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് കാണിച്ചിട്ടില്ല. എല്ലാവരോടും ഒരുപോലെ തന്നെയാണ് ഉം, പെരുമാറാക്കിയാലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉം. അപ്പൊ ഇവൻ ഇങ്ങനെ കണ്ടതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ. അതായത് ഈ ചുറ്റും നോക്കുന്ന സമയത്ത് ഞാൻ ഒരു തീവ്ര വിശ്വാസിയാണെന്നുള്ളൊരു അതുകൊണ്ട് ഇതാണ് ഉണ്ടായത്. മാത്രമൊന്നല്ല ഇപ്പൊ ഇത് ഈ രീതിയിൽ നമ്മുടെ നാട്ടില് ഈ എക്സ് മുസ്ലിങ്ങളുടെ മതവിമർശനം മാത്രമല്ലല്ലോ. ഉം. മുസ്ലിങ്ങളും പരസ്പരം ഹിന്ദുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ സംഘപരിവാറിന്റെ ആളുകൾ മുസ്ലിങ്ങളെ മുഴുവൻ കൊല്ലാൻ നടക്കുന്നവരാണ് എന്നുള്ള പ്രചാരണം ഇപ്പുറത്ത് നടക്കുന്നില്ലേ? പക്ഷെ അതത്ര മുഖവിലക്ക് എടുക്കുന്നില്ലല്ലോ. ഇപ്പൊ ആരാ ഈ ഒരു പറഞ്ഞ, ആരാ പ്രശ്നം മുഖവിലക്ക് എടുക്കാത്തത്? മുസ്ലിങ്ങളോ? അല്ല, ഇപ്പൊ ഈ ഹിന്ദുക്കള് അതായത് ഇങ്ങനെ ഒരു തെറ്റായി ഇതുണ്ട് എന്നൊരു ഒരു അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ വിമർശനങ്ങളും അതാ കാര്യങ്ങളും കൂടുതലും പറഞ്ഞാണ് ഇപ്പൊ മുസ്ലിങ്ങളല്ലേ കാണുക. സംഘികൾ എന്താ ഹിന്ദുക്കളല്ലേ? അതെ. ആ അപ്പൊ ഇത് ഇങ്ങനെയൊന്നല്ല. ഇത് ഒരു പർട്ടിക്കുലർ റീസൺ. ഇത് വിശ്വാസികൾ വിമർശകർക്ക് നേരെ ഈ സാധനം കൊണ്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് വേറെയാണ്. അത് ഏതെങ്കിലും രീതിയിൽ വിമർശനം നിർത്താൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആശയപ്രചാരണമായിട്ട് പോകും. പിന്നെ ഇസ്ലാമും മുസ്ലിമും രണ്ടാണ് എന്ന് വേർതിരിച്ച് അല്ല, നമ്മൾ ഞാൻ നിരന്തരമായിട്ട് ചോദിക്കുന്നത് ഇപ്പൊ പറയുന്നതിന്റെ നിങ്ങളിപ്പം കാരണം ഇതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരൊക്കെ ഇപ്പൊ അവതരിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോ, ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ അല്ല, ആരിഫ് അത് ഹുസൈനും അങ്ങനെയല്ല ഞാൻ മറ്റുള്ളവരും ചോദിക്കുന്നത്. ഇപ്പൊ ചെയ്യുന്നു. RV ബാബു ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്നില്ലേ? ഉണ്ട്. അല്ലേ? അപ്പൊ ഉം, RV ഉം, ബാബു കുറച്ചുകൂടി കടത്തി പറയില്ലേ? അവരുടെ ആ വിമർശനത്തിന്റെ ഉദ്ദേശം എന്താന്ന് സാമാന്യ ബോധമുള്ള ഹിന്ദുവിനും മുസ്ലിമിനും അറിയില്ലേ? ഉം, ഉം, ഉം. അത് വെച്ചിട്ട് ഇപ്പൊ RV ബാബു അത് പറയുന്നത് കേട്ടിട്ട് എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളെ പേടിയോടെ കാണാനും വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഇല്ല, അങ്ങനെ എല്ലാവരും കാണണമെന്നില്ല. അപ്പൊ പക്ഷെ അതാ എന്നാലും പറഞ്ഞ. അങ്ങനത്തെ അപ്പൊ ഒരു ഇത് ഇങ്ങനെ ചിന്ത, ഇന്റൻഷനലി മുസ്ലിങ്ങളെ വെറുക്കാൻ കാരണം അന്വേഷിച്ച് നടക്കുന്നവന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അതായത് ഉള്ളിൽ ഓൾറെഡി ഉള്ളത് ഉള്ളവർക്കായിരിക്കും കൊണ്ടാണ്. അങ്ങനെയുള്ളത്. അല്ലാതെ മുസ്ലിങ്ങളെ വെറുക്കാൻ എന്തെങ്കിലും ന്യായം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ടാണ്. അതിനിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. മതവിമർശനം ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിൽ എത്തിയ ഈ ഒരു ആക്രമണത്തിന് ശേഷമാണെന്നാ തോന്നുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ എല്ലാ കാലത്തും അല്ല, പറയുന്ന കുറച്ചും സാധനമല്ലേ. കൂടെ വൈഡ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ ഓഡിയൻസിന്റെ അല്ല, അത് അടുത്തേക്ക് ഹിന്ദുക്കളിലേക്ക് എത്തിയത്. നമ്മൾ കാണുന്ന ഓഡിയൻസ് അല്ലേ. നമ്മൾ എൻഗേജ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ ഒരു സറൗണ്ടിങ്സിലുള്ള ആൾക്കാരുടെ എണ്ണാണ് ഈ പറയുന്നത്. ഇതൊന്നുമല്ല ഇതിന്റെ ഒരു നമ്മൾ ഒന്നിനെയും അങ്ങനെ സാമാന്യവൽക്കരിക്കുന്നതിൽ അർത്ഥമല്ല. ഇപ്പൊ സൂറത്ത് ഉം. തൗബയുടെ വിമർശനമൊക്കെ കേരളത്തിൽ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല ആൾക്കാർ പല രീതിയിൽ പല ഉദ്ദേശത്തിൽ വിമർശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നതല്ല, മറ്റുള്ളവർ ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ ഇസ്ലാമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഈ ഖുർആന്, അതായത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിനകത്തിൽ ഈ തമ്മാടിത്തരമില്ലേ, ഉം, ഈ സംഭവം വിളിച്ചു പറയുമ്പം ഉം. ഒരു പുറമേ നിന്നൊരു ഹിന്ദുവിനെ കാണുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ, അതായത് പള്ളിയിൽ പോകുന്ന ആക്കുന്നല്ല ഓനൊരു വിശ്വാസിയാണ്, ഓൻ ഇതെല്ലാം അറിയാന്നുള്ളൊരു ധാരണയിലായിരിക്കൂലേ ഉം. ഇവർക്ക് ബോധ്യം ഉണ്ടാവുക. അത് പറഞ്ഞത് ആ ബോധ്യം ആരെന്ത് അടിസ്ഥാനത്തിൽ ആ ബോധ്യത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരാൾ ഒരു വിമർശകൻ പറയുന്നത് കേൾക്കുന്നു, ഖുറാനിൽ ഉം. ഇങ്ങനെ ഉണ്ട്, അപ്പൊ അതിന്റെ അർത്ഥം മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയാണെന്നാണോ എല്ലാരും വിചാരിക്കുന്നത്? അല്ലല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ നോക്കി കാണുന്നത് ഇവൻ ഉം. മുസ്ലിമാണ്, ഇവൻ ഒരു നിസ്കരിക്കുന്നതിൽ ഹിന്ദുവിനെ ആക്കുന്നുണ്ട്. സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുതരാം. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് ഹിന്ദു ഇടപഴകുന്നത് മുസ്ലിമുമായിട്ടാണ്. ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും തമ്മിലുള്ള ബന്ധം ഒരു ഹിന്ദു തീരുമാനിക്കുന്നത് അയാളുടെ ഗ്രന്ഥത്തിൽ എന്തൊക്കെ ഉണ്ട് നോക്കിയിട്ടല്ല. അല്ല, ഞാൻ അങ്ങനെയല്ല. സാമൂഹ്യ ഇപ്പം ജീവിതത്തിൽ നമ്മൾ ഒരാളും ഇപ്പൊ സാമൂഹ്യ ജീവിതത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് ഒരു മുസ്ലിം ലീഗുകാരൻ ഇടപെടുന്നത് പിന്നെ
അല്ല പിന്നെ അല്ല ഇയാളുടെ ഗ്രന്ഥങ്ങളും അയാളുടെ ഗ്രന്ഥത്തിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കിയിട്ടാണോ? അല്ലല്ലോ. അല്ല അല്ല തീർച്ചയായും അല്ല. അത് അവരെ പെരുമാറ്റവും വ്യക്തിബന്ധങ്ങൾ എന്ന് അവരെ പറഞ്ഞത്, സാമൂഹ്യ ബന്ധങ്ങൾ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ആളുകളുടെ പെരുമാറ്റ ഇടപഴകലുകളും അനുഭവങ്ങളും കൊണ്ടുണ്ടായി വരുന്ന സാധനം അതെ അതെ തീർച്ചയായും അതെ. അല്ലേ? അതെ. പക്ഷെ അതിലൊന്നും വലിയൊരു കാര്യമില്ല. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാല് ഓരോരോ ന്യായങ്ങൾ ഓരോരോ ആവശ്യക്കാർക്ക് ഓരോരോ ആവശ്യത്തിന് ഓരോന്ന് പറയാമെന്നേ ഉള്ളൂ. ഉം, ഉം, ഉം. ഇതെല്ലാം ഇതിനകത്തൊക്കെ ചില ശരി തെറ്റുകൾ ഉണ്ടാവും, ചിലതിൽ ശരി ഉണ്ടാവും, ചിലതിൽ തെറ്റുണ്ടാവും. ഓരോ ആളുകളുടെ ഉദ്ദേശത്തിന്റെ പ്രസക്തി ഉണ്ടാവും, കുറെ കാര്യങ്ങൾ പരിഗണിക്കണം. ഉം. ഉം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ പറയുന്നത് ഇപ്പൊ കൊണ്ട് നമ്മളൊരു ബുദ്ധനെ കണ്ടു, ഒരു ബുദ്ധമത വിശ്വാസിനെ കണ്ടു. അയാളോട് ഉം. എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആദ്യം പോയിട്ട് ബുദ്ധമതത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചിറങ്ങി അങ്ങനെയാണോ? അല്ലല്ലോ. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരെന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉം. ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. ഇന്ന പോലെ ഉണ്ട്. ഞാൻ ഉം. എല്ലാ കാര്യങ്ങളും അതിനിപ്പോ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിശ്വാസിയായിട്ടുള്ള ഒരു അലിയാർ കാസിമിയോട് അറബി ബാബു ഇത് ചോദിക്കുന്നുണ്ടല്ലോ, ആ, അതിന്റെ ഒരു വിശദീകരണം ഓൺലൈനിൽ കിടക്കുന്നുണ്ടല്ലോ. അത് അവരും ഞാൻ പറയണത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയൊന്നും അതിന് അർത്ഥമല്ല എന്നാണ്. അതിന്റെ ഉദ്ദേശം എന്താ? ഒരു മുസ്ലിങ്ങൾ അങ്ങനെ ആ ഖുർആൻ വചനത്തിന് അങ്ങനെ കാണുന്നില്ല എന്നല്ല അർത്ഥം. ഒരു മുസ്ലിം പണ്ഡിതൻ ആ ഖുർആൻ വചനത്തെ അങ്ങനെയൊന്നും അല്ല അതിന്റെ അർത്ഥം, അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്, തെറ്റായിട്ട് മനസ്സിലാക്കുന്നതാണ്, ആ ഖുർആൻ അത് വചനത്തിന് അങ്ങനെ ഒരു അർത്ഥമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങൾ ആ ഖുർആൻ വചനത്തിന് ആ രീതിയിൽ പൂർണ്ണമായിട്ട് പരിഗണിക്കുന്നില്ല എന്നല്ല അർത്ഥം. അതെ അതെ. പക്ഷെ അത് ശരി പിന്നെന്താ തന്നെയാണ്. പ്രശ്നം? അതിപ്പോ നമുക്കും അറിയുന്നില്ലല്ലോ. ഇപ്പൊ അതെ ഇത്രയും കാലം നമ്മൾ മദ്രസ അതാ ഞാൻ വിദ്യാഭ്യാസം പറഞ്ഞേ. കാര്യങ്ങളെ അപ്പൊ കുറിച്ച് അതൊക്കെ നമുക്ക് ഇത് ഈ രീതിയിൽ ഊതി വീർപ്പിക്കുന്നവർക്ക് അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും എന്നറിയാം. അപ്പൊ ആർ വി ബാബുവിനെ പോലെയുള്ള ഹിന്ദുത്വവാദികൾക്ക്, ശശികല ടീച്ചറെ പോലുള്ള ആളുകൾക്ക് അങ്ങനെ താല്പര്യങ്ങൾ ഉണ്ടാവും. അതേ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും മതവിമർശകരുണ്ടെങ്കിൽ അവർക്കും ചിലപ്പോൾ ആ താല്പര്യം ഉണ്ടാവും. അതൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിലൊന്നും വലിയ കാര്യമില്ല. ഇത്തരം നമ്മൾ കാര്യങ്ങൾ അവര് മതവിമർശനം നടത്തുന്നത് ഒട്ടും എപ്പോഴും ഉം. ഇസ്ലാം എന്തോ മഹാസംഭവമാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് തലയിൽ വെളിച്ചം കയറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളെ വീഡിയോസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ വീഡിയോസൊക്കെ വളരെ കൃത്യമായിട്ട് ആരും ആക്ഷേപിക്കാത്ത രീതിയിൽ അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്മളെ പക്ഷെ കാര്യത്തിൽ മാത്രമേ ഉത്തരവാദിത്തം എടുക്കാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. അത് നിങ്ങളെ കാര്യം വളരെ കൃത്യമായിരുന്നു. പക്ഷെ മറ്റു പലരും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അത് ഞാൻ പറഞ്ഞത് ഇതേ ഒരാളല്ലാന്ന്, രീതിയിലുണ്ടാവില്ല. അങ്ങനെ നിരവധി ആളുകൾ നിരവധി ഉദ്ദേശത്തിൽ ചെയ്യുന്നില്ലേ. ഇപ്പൊ നമ്മുടെ ഉം. അബ്ദുൽ നാസർ മഅദനി ജീവിച്ച നാടല്ലേ ഇത്? അതെ 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 അതെ. മുജാഹിദ് ബാലുശ്ശേരിയും കൂട്ടരും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. സിംസാർ ഹക്ക് പറയുന്നത്, പിന്നെ ഒരു റൂമില് 10-13 കൊല്ലം ഉണ്ടായിട്ട് ആ മനുഷ്യന്റെ അർത്ഥം വെച്ചുണ്ടാക്കിയാൽ തിന്നാൻ പറ്റുമെന്നാണ് ഇപ്പൊ നിങ്ങളെ സംശയം. അയാൾക്ക് എങ്ങനെയും ഇസ്ലാമിന്റെ വെളിച്ചം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ എന്ന് അയാൾ പറയുന്നത് മുസ്ലിങ്ങളെ കുറിച്ച് ഹിന്ദുക്കൾക്ക് സംശയം ഉണ്ടാക്കൂലേ? ഉം, ഉം, ഉം. ഓണത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുമില്ല എന്നുള്ള ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിങ്ങളോട് ഹിന്ദുക്കൾക്ക് സംശയം, ഒരു അകൽച്ച തീർച്ചയായും ഉണ്ടാവൂലേ? ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. അമ്പലങ്ങൾക്ക് പിരിവ് കൊടുക്കുന്നത്, വേശ്യാലയത്തിന് കൊടുക്കുന്നതാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുമ്പോൾ ഇതേ പ്രശ്നം ഉണ്ടാവൂലേ? ഉം. അപ്പൊ ആര് പറയുന്നു എന്നുള്ളതും എന്തിനു പറയുന്നു എന്നുള്ളതും കേൾക്കുന്നവർ അത് എങ്ങനെ പരിഗണിക്കുന്നു, എന്ത് ഉദ്ദേശത്തിൽ പരിഗണിക്കുന്നു എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അപ്പൊ അതൊക്കെ വ്യത്യസ്തമായിട്ടുണ്ടാവും. പർട്ടിക്കുലർലി ഒരാളോ രണ്ടാളുടെ പേര് പറയുന്ന കാര്യമൊന്നും അതിനകത്തില്ല. എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമ്മളെ അല്ല സമൂഹത്തിലുണ്ട്. ഞാനങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ. പക്ഷെ അല്ല, അവര് അങ്ങനെ മുഴുവനായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. വകതിരിവ് കേൾക്കുന്നവനും ഉം. പറയുന്നവനും ഉണ്ടാവണം എന്ന് പറയാം. ആ, ആ, ആ. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനൊരു ഇസ്ലാം മത വിമർശനം നടത്തി. ആ ഇസ്ലാം മത വിമർശനം നടത്തിയത് കേട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു ഹിന്ദു അയാളുടെ സുഹൃത്തും അയാളുടെ അയൽവാസിയായിട്ടുള്ള ഒരു മുസ്ലിമിനോട് ഉള്ള നിലപാട് പിന്നെ മാറ്റി, അല്ലെങ്കിൽ പുതിയൊരു നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്യും നിങ്ങൾ വിചാരിക്കണ്ടോ? ഇല്ല ഇല്ല ഞാൻ അങ്ങനെ അങ്ങനെ ഒരിക്കലും വിചാരിക്കുന്നേ ഇല്ല. ഇല്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ അപ്പൊ പിന്നെന്താ വെച്ചാൽ ഒരാൾ ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് അയാൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് കൃത്യമായിട്ട് ഇതിലെന്താ ഉള്ളതെന്ന് പറഞ്ഞു നമ്മളെ കൊടുക്കണം. ബോധ്യം പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് വിശ്വാസിയോട് ചോദിച്ചാലും വിശ്വാസി എന്താ പറയാ, ഈ ഖുർആൻ വചനത്തിന് അങ്ങനെ അർത്ഥമല്ല, ഇതാ ഉദ്ദേശത്തിലുള്ളതല്ല, അത് വിമർശകർ വളച്ചൊടിക്കുന്നതാണെന്ന് പറയും. ഉം, ഓക്കെ, ഉം, ഉം. മതവിമർശകർ വളച്ചൊടിക്കുകയാണോ അല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ അതിൽ നിന്ന് ഈ മുസ്ലിം അല്ലാത്ത ആൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ മുസ്ലിമായ വ്യക്തി ഈ ഖുർആൻ വചനത്തിന് അങ്ങനെയല്ല സ്വീകരിക്കുന്നല്ലേ. അതെ അതെ അതെ. അപ്പൊ പിന്നെ ആശങ്കയ്ക്ക് അവിടെ അടിസ്ഥാനം ഇല്ലല്ലോ. ഉം, ഉം, അതാണ് ഉം. ഞാൻ പറഞ്ഞത്. അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല. ഓക്കെ, എന്തായാലും ശരി എന്നാൽ.